ഇന്നലെ നമ്മുടെ തോട്ടത്തിൽ ധാരാളം കുരങ്ങുകൾ വന്നിരുന്നു. പക്ഷെ കുരങ്ങുകളൊന്നും ഓടിക്കാൻ കഴിഞ്ഞില്ല. ഫാമിൽ ധാരാളം പണികൾ ഉള്ളതുകൊണ്ട് ആ പണികളിലായിരുന്നു. അങ്ങനെ കുരങ്ങുകൾ വന്നു. വൈകുന്നേരം വരെ തോട്ടത്തിൽ നല്ല വിളയാടിയിട്ടുണ്ട് കുരങ്ങുകൾ. അതിന് ഇന്ന് രാവിലെ നമ്മൾ വന്ന് നോക്കിയതാണ് എന്തെല്ലാം സംഭവിച്ചിരുന്നത്. അപ്പോൾ വന്നപ്പോഴാണ് ഇതാ ഏലൊക്കെ നശിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇന്നലെ കുരങ്ങുകൾ വന്നിട്ട് ഒടിച്ചതാണ് കേട്ടോ. അതായത് ഒക്കെ ഏലത്തിന്റെ ചുവട് ഇവിടെയൊക്കെ കണ്ടോ. അങ്ങനെ ഏലത്തിന്റെ ഇതുപോലെയുള്ള തണ്ടിന്റെ ഉള്ളിൽ നിന്ന് അവർക്ക് എന്ത് കഴിക്കാനായിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ചെറിയൊരു തിരി കിട്ടും. അതെടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ഏലങ്ങളൊക്കെ ഇവിടെ കണ്ടോ ഇങ്ങനെ പിച്ച് ചീന്തി കളയുക ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ആ തണ്ടിൻ്റെ ഉള്ളിലുള്ള ചെറിയൊരു ചോറുണ്ട് അതെടുത്ത് കഴിക്കും. അതാ ഈ കാണുന്നതൊക്കെ നമ്മൾ കാപ്പിക്ക് ഇടവേളയെ ചെയ്ത ഏല കേട്ടോ. അവിടെ കണ്ടോ ഏലം ചീന്തി. ഇവിടെ ഇതുപോലെ ഏലം ചീന്ത ഈ പുതിയ നാമ്പ് വരുന്നതെന്നാണല്ലോ എടുത്തിട്ട് ഇതുപോലെ ചീന്തി എടുക്കുന്നത്. അപ്പൊ ഇന്ന് പ്രശ്നം എന്ന് വെച്ചാൽ കായ്കളൊന്നും ചെയ്യില്ല. ഇതൊക്കെ ഏലത്തിനൊക്കെ കായ്കളുണ്ട് ഈ വർഷം. അതൊക്കെ കായ്കൾ മൂത്തിട്ടൊന്നുമില്ല, നല്ല കായ്കളുണ്ട്. കായ്കളൊന്നും ചെയ്യില്ല. ഇതുപോലെ വരുന്ന കണ്ടോ പുതിയ ഇതുപോലത്തെ വരുന്ന കടകളാണ് ചീന്തിയിട്ട് അതിൻ്റെ ഉള്ളൊരു ചെറിയൊരു ചോറ് പോലെ ഉണ്ടാവും തണ്ടിൻ്റെ ഉള്ളിൽ. കാണിച്ചു തരാം. ഇതെടുത്ത് കഴിക്കാനാണ്. ഇതൊക്കെ ഇനി ഒഴിവാക്കാനുള്ളതാണ്. ഇതെങ്ങനെ ചീന്തുമ്പോൾ നമ്മൾ വാഴയിലൊക്കെ ഉണ്ണിക്കാമ്പ് പോലെ ഇതിൻ്റെ ഉള്ളിലുള്ളതാ ഈ വൈറ്റ് നിറത്തിലുള്ളതാ. ഇത് കഴിക്കാനാണ് ഇങ്ങനെ ചീന്തി കളയുന്നത്. ഇത് അധികം ചെയ്യുന്നത് പുതിയ തൂമ്പ് വരുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ ഇവിടെ കണ്ടോ കുറച്ച് കൂടുതലായിട്ടുണ്ട്. ഇങ്ങനെ വരുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ പുതിയ ഏലത്തിന് കണ പൊട്ടുന്നുണ്ടാവില്ല. പുതിയ ഏലത്തിന്റെ പുതിയ കണകൾ ഉണ്ടാവുന്നതാണ് ഇതുപോലെ നശിപ്പിക്കുന്നത്. കായ്കളൊന്നും ചെയ്യില്ല. പുതിയ നാമ്പ് നോക്കി ഇപ്പോൾ കുറച്ച് മൂപ്പായ ഇതുപോലത്തെ തണ്ടിൽ നിന്നൊന്നും കഴിക്കില്ല കേട്ടോ. ഇതാണോ ചെറുതുണ്ടാകുന്ന ഇതിൽ നിന്ന് മാത്രമാണ് കഴിക്കുന്നത്. അങ്ങനെ ഇവിടെയുള്ള ഏകദേശം ഞങ്ങൾ ഇടവേളയായി ചെയ്ത ഏലത്തിന്റെ എല്ലാ ചുവടും ഇതുപോലെ നശിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് കണ്ടില്ലേ, അതൊന്ന് കാണിച്ചു കൊടുക്ക്. ഇവിടെയൊക്കെ കൂടുതലായിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ഇല്ല ഇതൊക്കെ പൂർണ്ണമായിട്ട് തന്നെ നശിപ്പിച്ചു. ഇതൊക്കെ പഴയ കടയാണ്. പുതിയത് വന്നൊക്കെ നശിപ്പിച്ചിട്ടുണ്ട്. ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് കാണിച്ചതാണ്. നമ്മൾ ഫാമിൽ മറ്റു പണികൾ കാരണം എന്താ ചെയ്തു, ഇവിടെ ഒന്ന് തോട്ടത്തിൽ കുരങ്ങ് കയറിയ സമയത്ത് ഒന്ന് ഓടിക്കാനൊന്നും കഴിഞ്ഞില്ല. പിന്നെ വൈകുന്നേരം ആയപ്പോൾ കുരങ്ങൾ പോയി. നമ്മൾ വന്നപ്പോൾ കുരങ്ങളെ കണ്ടില്ലായിരുന്നു. പിന്നെ നോക്കിയില്ല എന്തൊക്കെ സംഭവിച്ചെന്ന്. നമ്മൾ ഇന്ന് രാവിലെയാണ് തോട്ടത്തിൽ ഇറങ്ങിയിട്ട് ഓരോ കാര്യം നോക്കിയത്. അപ്പൊ കണ്ടതാണിത്. ഇതാ കുറച്ച് അങ്ങോട്ട് കുറച്ച് കൂടുതൽ ഏലുണ്ട്, അതൊക്കെ നശിപ്പിച്ചിട്ടുണ്ട്. എല്ലാ വർഷവും ഒഴിവിൽ നോക്കിയിട്ട് കാപ്പിച്ചെടി ഒഴിവ് നോക്കിയിട്ട് പുതിയ കട വെച്ചു കൊടുക്കും ഏലത്തിന് ഈ മഴ തുടങ്ങുന്ന സമയത്ത്. അങ്ങനെ വെച്ചൊരു കട കണ്ടോ കായ്ച്ചു തുടങ്ങിയിരുന്നു. കഴിഞ്ഞ വർഷം നട്ട് ഈ വർഷം കായ്ച്ചു. ഇതിന്റെ ഏകദേശം എല്ലാം തീർത്തിട്ടുണ്ട്. ഇതൊക്കെ പുതിയ നാമ്പ് വരുന്നതൊക്കെ തീർത്ത്, പുതിയ കട പൊട്ടിണ്ടാകുന്നതൊക്കെ തീർത്തിട്ട് ഇതാ പഴയ നട്ട ആയതാണ്. ബാക്കിയുണ്ട് പുതിയത് ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് എല്ലാം പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇല്ല ഇനി പുതിയ കട ഉണ്ടായിട്ടില്ല. ഇതൊക്കെ ശരിക്കും ഈ ഒരു വർഷമാകുമ്പോഴത്തേക്കും ഇതൊക്കെ പൊട്ടിയുണ്ടായി അടുത്ത വർഷത്തേക്ക് ഇങ്ങനെ കൂട്ടം പെരുകി വരേണ്ടതാട്ടോ. അത് കഴിഞ്ഞ വർഷം നട്ട കടയാണ്. അതുപോലെ ഇതൊക്കെ 2-3 വർഷം ആയ കടകളാണ്. നമുക്ക് മുഴുവനായിട്ട് ഇവിടെ നശിപ്പിച്ചിട്ടുണ്ട്. ഉണ്ടല്ലേ നല്ല കായ്കൾ ഉണ്ടായിരുന്നു. ഇത് കണ്ടില്ലേ എല്ലാത്തിനും പ്രാവശ്യം കായ്കളൊന്നും കഴിക്കൂല. കായ്കളൊന്നും മൂപ്പായാൽ പോലും കുരങ്ങ് കഴിക്കില്ല. ഈ ഒരു കട ഇത് കണ്ടില്ല പുതിയ കട പൊട്ടിച്ചിട്ട് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇങ്ങനെ വരുന്ന ഈ പുതിയ വരുന്ന നാമ്പ് വീണ്ടും പൊട്ടിക്കും. അങ്ങനെ ഏലം എന്താ വെച്ചാൽ ഒരു വട്ടം പോയി ഇതൊക്കെ ഇനി ക്ലീൻ ചെയ്തിട്ട് ഒഴിവാക്കിയിട്ട് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കാനുണ്ട്. ഇതൊക്കെ ഇവിടെ നിന്ന് ചീച്ചിൽ പിടിക്കും. മറ്റേ കടക്കും ചീച്ചിൽ കണ്ടല്ലേ ആ സൈഡിൽ മൊത്തം നമ്മളിങ്ങനെ ഏകദേശം ബൗണ്ടറി ഭാഗമാണ് തോട്ടത്തിന്റെ എൻഡിലൂടെ ഇങ്ങനെ ഫുള്ള് നട്ടു കൊടുത്തായിരുന്നു. മുഴുവൻ നശിപ്പിച്ചില്ല. കുറച്ച് ഇങ്ങോട്ട് വന്നാൽ ഇതാണ് ഈ സൈഡിലൊക്കെ നല്ല ഏലം ഉണ്ട്. ഇപ്രാവശ്യം കാലാവസ്ഥ നല്ലതായതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ഏലം പിടിച്ചു കിട്ടിയിരുന്നതാ. കണ്ടില്ലേ നല്ല സൂപ്പർ ഏലം. നല്ല ഇപ്പോഴും ഏലം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഏലത്തിന്റെ പൂ കണ്ടില്ലേ ഏലം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പുതിയ ഏലം ഇങ്ങനെ കായ്ച്ചതുണ്ട്. മൂപ്പായിട്ടില്ല. മൂപ്പായാലും നമ്മൾ പറിക്കാൻ തുടങ്ങാനാവുന്നുള്ളൂ. ആ സമയത്ത് അണ്ണാൻ വന്ന് കഴിക്കും. അത് നമ്മൾ മൂപ്പായത് പറിച്ചെടുത്താൽ മതി. ഇവിടെ കണ്ടോ ഫുള്ള് നശിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇന്നലെ ഒറ്റ ദിവസം കൊണ്ടാണ് കേട്ടോ. ഇത്രയും നമ്മൾ ശ്രദ്ധ ഒന്ന് വിട്ടുപോയി തോട്ടത്തിൽ. അങ്ങനെ കുരങ്ങനെ വന്നാലും ഓടിക്കാറുണ്ട്. അങ്ങനെ ഓടിച്ചില്ല. ഒരൊറ്റ പ്രശ്നം കൊണ്ട് ഇന്നൊരു ദിവസം കൊണ്ട് കുരങ്ങൾ കാണിച്ചതൊക്കെ. ഇതുപോലെ കാപ്പിച്ചെടിക്ക് ഇടവേളയായിട്ട് തോട്ടത്തിന്റെ ബൗണ്ടറിയിലൂടെ എങ്ങനെയാണ് ഏലം വെച്ചിട്ടുള്ളത്. ഇതൊക്കെ പറഞ്ഞാൽ 3 വർഷമായ ഏല കേട്ടോ. നമ്മൾ ആദ്യത്തെ കടകളൊക്കെ മാറ്റി 3 വർഷമായി നല്ല രീതിയിൽ കായ്ച്ചു തുടങ്ങിയ ഏല ഒക്കെ നശിപ്പിച്ചിട്ട് ഏകദേശം ഇവിടം വരെയാണ് നമ്മൾ പഴയ ഏലം നട്ടിരുന്നത്. പഴയെന്ന് പറഞ്ഞാൽ 3 വർഷം മുന്നേ ഉള്ള ചുവട് ഇവിടം വരെ ആയിരുന്നു. ഇവിടം വരെ നശിപ്പിച്ചിട്ടുണ്ട്. ഇത് കണ്ടോ ഇതൊക്കെ നല്ലൊരു ചൂടായിരുന്നു. പറഞ്ഞാൽ എല്ലാത്തിലും ഇപ്രാവശ്യം നല്ല കായുണ്ട്. മറ്റേത് ഇങ്ങനെ പിടിച്ചു കിട്ടുന്ന ഇതിലൊന്നും കുറെ കായ്കളൊക്കെ കൊഴിഞ്ഞു പോകും, ചീഞ്ഞു പോകുക ചെയ്യും. പക്ഷെ ഈ വർഷം എല്ലാ പൂക്കൾ വിരിഞ്ഞ കായ്കളൊക്കെ പിടിച്ചിട്ടുണ്ട്. നല്ല ഏലം ഉണ്ടായിരുന്നു. ഇവിടം വരെ നശിപ്പിച്ചിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് നമ്മളിപ്പോ കഴിഞ്ഞ വർഷം നട്ട പുതിയ കടകളാണ്. ഇതുവരെ നിർത്തി നമ്മൾ പഴയ ഏലം. ഇവിടുന്ന് അങ്ങോട്ട് ഇത് കണ്ടോ ഇത് പുതിയ ഇത് കഴിഞ്ഞ വർഷം നട്ട് ഈ വർഷം ആകുമ്പോഴത്തേക്കും കണ്ടോ ഇത് നശിപ്പിക്കാത്തതിന് ഇതുപോലെ കാണുണ്ടാവും. ഇത് കണ്ടോ കായുണ്ട്. അതുപോലെ തന്നെ പുതിയ കണ അതുപോലെ വരുന്നുണ്ട്. അതൊക്കെ പുതിയ കണ വന്നതാണ്. ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ പുതിയത് നട്ടതാണ്.
പുതിയ നട്ടിപ്പം ഇനി ഈ വർഷത്തെ ഏലം ഇപ്പം ക്ലീൻ ചെയ്തിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് ക്ലീൻ ചെയ്ത് വളം കൊടുക്കേണ്ട സമയമായിട്ടുണ്ട്. പറിച്ച് നടേണ്ടൊക്കെ സമയമാണ് ഇപ്പം. ഞങ്ങൾ ക്ലീൻ ചെയ്തിട്ടില്ല. ഒന്ന് ഇതൊക്കെ ഒന്ന് ഈ പോയതും മൂപ്പായതൊക്കെ ഒന്ന് ഇതിൽ നിന്ന് കട്ട് ചെയ്ത് കളയാനൊക്കെ ഉണ്ട്. ഇതുപോലെ ഒന്ന് ഇതൊക്കെ നമ്മൾ ഒഴിവാക്കുന്നതാണ്. ഇങ്ങനെ ഒഴിവാക്കി ഇത് ക്ലീൻ ചെയ്ത് കൊണ്ടുവരാനുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഈ കടയൊക്കെ തന്നെ വൃത്തിയാക്കുകയാണെങ്കിൽ ഇതിലിങ്ങനെ പോയതൊക്കെ ഒന്ന് വൃത്തിയാക്കി അങ്ങനെ നമ്മൾ കുറച്ച് മണ്ണ് പാറ്റി ഇട്ട് കൊടുത്തിട്ട് ഇപ്പോൾ ഒരു അടിവളം കൊടുക്കേണ്ട സമയമാണ്. അപ്പോൾ അത് ചെയ്യാനിരിക്കുമ്പോഴാണ് ഇതിങ്ങനെ സംഭവിച്ചത്. പക്ഷേ നല്ല കായ്കളുണ്ട്. ഈ സമയത്ത് നല്ല വളം കൊടുത്താൽ കായ്കളൊക്കെ നല്ല വണ്ണം വെച്ചിട്ടേണ്ട സമയമാണ്. അപ്പോൾ അത് ഇത്രയും ഏലങ്ങൾ ഇപ്പോൾ നശിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഇനിയിപ്പോൾ കുറച്ച് അങ്ങോട്ട് നോക്കിയാൽ കാണാൻ വേറെ എന്തെല്ലാം നശിപ്പിച്ചത്. മെയിനായിട്ട് ഇന്നലെ ഏലാണ് കൂടുതൽ നശിപ്പിച്ചിട്ടുള്ളത്. ഒരു ദിവസം കൊണ്ട് ചെയ്താണ്. നമ്മൾ കുരങ്ങുകളെ എന്ത് മാർഗം ചെയ്തിട്ടും പോകുന്നില്ല. മൃഗങ്ങൾക്കുള്ള ഒരു പ്രധാന മാർഗ്ഗം ഇനി ഒരാൾ നിന്നിട്ട് ഇവർ തോട്ടത്തിൽ കയറി കഴിഞ്ഞാൽ ഓടിക്കണം. നമ്മൾ കവണയൊക്കെ ഉപയോഗിച്ചിട്ടും എയർ ഗണ്ണൊക്കെ കയ്യിൽ പിടിച്ചിട്ട് അങ്ങനെ ഓടിക്കില്ല. പക്ഷെ ഇന്നലെ നമുക്ക് ഫാമിലും പശുവിൻ്റെ ഡയറി ഫാമിൽ പുല്ല് വെട്ടാണ്ടായി നല്ല പണികൾ ഒരുമിച്ചായതുകൊണ്ട് ഇവർ കയറിയ സമയത്ത് വന്ന് നോക്കാൻ കഴിഞ്ഞില്ല. എന്നിട്ട് ഞങ്ങൾ സൗണ്ടൊക്കെ ഉണ്ടാക്കി കുറച്ച് പോയി വിചാരിച്ചു. പക്ഷെ വൈകുന്നേരം വരെ കുരങ്ങൾ തോട്ടത്തിലുണ്ടായിരുന്നു. ഒന്ന് പണിക്കാരാണ് പറഞ്ഞത് ഏകദേശം കുറേ ഭാഗത്ത് ഇങ്ങനെ ഏലം നശിപ്പിച്ചവർ അങ്ങനെ വന്ന് നോക്കിയപ്പോഴാണ് ഇതൊക്കെ കണ്ടത്. ഏലം നട്ടതിന്റെ കുറച്ച് അപ്പുറത്ത് തെങ്ങുണ്ട്. എന്തായാലും തേങ്ങ വന്ന് കഴിക്കുന്ന ഉറപ്പാണ്. ഇതാ തെങ്ങിന്റെ അടിയിലെ അവസ്ഥ കണ്ടില്ലേ. നല്ല തെങ്ങെന്ന് കാണിച്ചു കൊടുക്കുക. അത്യാവശ്യം നല്ല തേങ്ങ ഉള്ളൊരു തെങ്ങ കേട്ടോ. നല്ല തേങ്ങ ഉണ്ട്. പക്ഷെ ഒന്നും മൂപ്പായിട്ടില്ല. ഒക്കെ നമ്മളെ ഇളനീര് പരുവം ഒരു കരിക്ക് ആ റേഞ്ചിലുള്ള തേങ്ങകളാണ്. ഇത് കണ്ടില്ലേ. തേങ്ങയ്ക്ക് നല്ല വിലയുള്ള സമയത്താട്ടോ ഈ കാണിച്ചു വെച്ചിട്ടുള്ളത്. ഇവിടെ നോക്ക്. ഇതാ ഏകദേശം ഒരു ഇളനീർ പരുവം കഴിഞ്ഞ് വരുന്നുള്ളൂ. ഇങ്ങനെ കുറെ എണ്ണം കരിക്ക് കുടിച്ചിട്ടുണ്ട്. ഇതാ പകുതി ഇതൊക്കെ മൂപ്പാവാത്തത് ഇതുപോലെ കയ്യിൽ നിന്ന് വീണ് പോകുന്ന കേട്ടോ. മോൾ ഭാഗത്ത് നിന്ന് കുരങ്ങിന്റെ കയ്യിൽ നിന്ന് വീണ് പോകുന്ന ഇതാ ഇതൊക്കെ വെറും കരിക്ക. റെക്കോർഡ് വിലയുള്ള സമയം കേട്ടോ തേങ്ങയ്ക്ക്. ആ സമയത്താണ് ഇതാ ഈ തേങ്ങകൾ മുഴുവൻ ഇതിന്റെ അടിഭാഗത്ത് കണ്ടില്ലേ. ചകിരി കണ്ണൊക്കെ കുറെ തേങ്ങ എടുത്തു പോയിട്ടുണ്ട്. ഇതാ ഇതൊക്കെ തേങ്ങ ഉണ്ട്. ഇതൊക്കെ കണ്ടില്ലേ. ഇതൊക്കെ ഒരു കഴിഞ്ഞ ആഴ്ച വന്ന് നശിപ്പിച്ചിട്ടാണ്. ഇങ്ങനെ ഈ ചകിരിയൊക്കെ ചീന്തി ഇട്ടിട്ട് അതിന്റെ ഇതാ തേങ്ങകളൊക്കെ ഇങ്ങോട്ട് എടുത്തിട്ടിട്ട് കുറെ വീണതാണ്. കുറെ എടുത്ത് കൊണ്ടുപോയിട്ടുണ്ടാവും. തെങ്ങിന്റെ അവസ്ഥ ഇതാണ്. ഒരൊറ്റ ദിവസം കൊണ്ട് ഇന്നലെ സംഭവിച്ചത്. ഞാൻ കഴിഞ്ഞ ആഴ്ചയൊക്കെ വന്നിട്ട് 1-2 തേങ്ങ കാണിച്ചപ്പോഴേ ഞാൻ വേഗം ഓടിച്ചു വിട്ടിരുന്നു. ഇതാ ഒക്കെ ഒന്ന് കൂട്ടിയിട്ടരാ. ഒക്കെ ഒന്നും നമുക്ക് എന്താ വെച്ചാൽ അരയ്ക്കാൻ പോലും പറ്റാത്ത കണ്ടീഷന്. പിന്നെ ജ്യൂസിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന അതും പിന്നെ വെള്ളത്തിനായിട്ട് ഉപയോഗിക്കുന്ന കരിക്കും. വയനാടൻ തേങ്ങയ്ക്ക് തന്നെ ഇപ്പം ഹോൾസെയിലായിട്ട് നമ്മൾ കർഷകരെ നിന്ന് എടുക്കുന്നതിന് 65 രൂപ 70 രൂപയ്ക്ക് തന്നെ തേങ്ങ എടുക്കുന്നുണ്ട്. നാടൻ തേങ്ങയെക്കാട്ടി കുറച്ച് വില കുറവാണ് വയനാട് തേങ്ങയ്ക്ക്. എന്നാൽ ഈ വിലക്ക് എടുക്കുന്ന സമയത്താണ് ഇതാ ഇങ്ങനെ തേങ്ങ ഒരു ദിവസം കൊണ്ട് ഇങ്ങനെ ഇത് കൊണ്ടുപോയത് വേറെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ കൊണ്ടുപോകുന്ന പറഞ്ഞാൽ അവർക്ക് കയ്യിൽ എടുക്കാൻ പറ്റുന്ന കരിക്ക് പോലെ ഉള്ളത് കുറച്ച് അപ്പുറത്ത് കൊണ്ടുപോയിട്ടാണ് കഴിക്കുക. ഇത് താഴെ വീണത് അവരുടെ കയ്യിൽ നിന്ന് മിസ്സായി പോയ തേങ്ങകൾ. പക്ഷെ നമുക്ക് ഉപയോഗിക്കാനും പറ്റില്ല. ഇത്രയും തേങ്ങകളും ഉണ്ട്. ഇതാണ് ഞങ്ങൾ കർഷകരുടെ അവസ്ഥ. ഒരു ദിവസം ഒന്ന് എല്ലാ ദിവസവും വരാറില്ല. നമ്മൾ എന്തെങ്കിലും പണിയുള്ള ദിവസം കുറച്ച് പ്രത്യേകിച്ച് കൂടുതലാട്ടോ കുരങ്ങ് വരുന്നത്. ആ സമയത്ത് നമുക്ക് ഓടിക്കാനും കഴിയില്ല. അങ്ങനെ സംഭവിച്ചു പോയതാണിത്. ഇതിപ്പോ നമ്മൾ അത്രയും ഏലൊക്കെ നശിപ്പിച്ചത് നമ്മൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ അപേക്ഷ കൊടുത്ത് കൈവ സർട്ടിഫിക്കറ്റ് വാങ്ങി ഓൺലൈനിലായിട്ട് അപേക്ഷ കൊടുത്ത് അവർ വന്ന് നോക്കി ഒരു തുച്ഛമായ പൈസ കിട്ടും. ആ പൈസ കിട്ടുമ്പോഴത്തേക്ക് ഒരു 6-7 വർഷത്തിന്റെ അടുത്താവും. ഇങ്ങനെയൊന്നും കിട്ടിയിട്ട് ഞങ്ങൾക്ക് ഒരു കാര്യമില്ല. നമ്മൾ അതിന് മെനക്കെടുന്ന നേരം കൊണ്ട് അതിന് മെനക്കെടാൻ പോയി കഴിഞ്ഞാൽ പിറ്റേ ദിവസം വീണ്ടും കുരങ്ങ് കയറും തോട്ടത്തിൽ. അതിൽ നമ്മൾ അത് അപേക്ഷ ഒന്നും കൊടുക്കുന്നില്ല. ഇപ്പൊ ഏലൊക്കെ പറഞ്ഞ അത്രയും ഏലങ്ങൾ നശിച്ചു. ഞങ്ങൾ ഏലകൃഷിയിൽ ഒരു പകുതിയോളം ഏലങ്ങൾ ഇപ്പൊ നശിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഇപ്പൊ തെങ്ങിന്റെ അവസ്ഥ ഇതാണ്. കർഷകർ ഞങ്ങൾക്ക് ഇതിന് അപേക്ഷ കൊടുക്കാൻ ഇതിനൊന്നും പോകാനും നേരില്ല. അപ്പൊ ബന്ധപ്പെട്ട അധികാരികൾ ഇത് കാണുകയാണെങ്കിലൊക്കെ നമ്മളെ വയനാട്ടിലെ കർഷകരുടെ അവസ്ഥയാണ് ഇപ്പൊ ഈ കാണിക്കുന്നത്. ഇതുപോലെ എന്റേത് മാത്രമല്ല ഇവിടെ അടുത്തുള്ള കർഷകരും വയനാട്ടിലെ എല്ലാ കർഷകരും അനുഭവിക്കുന്ന പ്രശ്നം. പക്ഷെ നമുക്ക് പന്നി ആയാലും മറ്റേ പന്നീനെയൊക്കെ നമുക്ക് കമ്പി കെട്ടിയിട്ടും ഗ്രീൻ നെറ്റ് കെട്ടിയിട്ടൊക്കെ ഒരു പരിധി വരെ തടയാം. ഈ കുരങ്ങിനെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ നിന്ന് ഓടിച്ചാൽ മാത്രമേ ഇപ്പൊ കുരങ്ങ് പോകുന്നുള്ളൂ. അത് 100-200 വരുന്ന ബാച്ചുകളായിട്ട് അത്രയും കുരങ്ങുകളാണ് വരുന്നത്. അപ്പൊ നമുക്കുണ്ടായൊരു അവസ്ഥ നിങ്ങളൊന്ന് കാണിച്ചാണ്. ഇത് ഒറ്റ ദിവസം കൊണ്ട് സംഭവിച്ചാണ്. ഇങ്ങനെ നമ്മളൊന്നും ഒരു 2 ആഴ്ചയോളൊക്കെ നമ്മൾ തോട്ടത്തിലൊന്നും പോകാതെ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ തോട്ടം ഉണ്ടാവില്ല. അങ്ങനെ ആക്കി വെക്കും കുരങ്ങൾ. ഇതൊക്കെ തന്നെ ഈ വീഡിയോയിൽ പറയാനുള്ളതാ. ഇതൊക്കെ നശിപ്പിച്ചത് ഇനി പോയി. ഇനി നമ്മൾ എന്തായാലും ശ്രദ്ധിക്കുക. നമ്മൾ എന്താ വെച്ചാൽ എല്ലാ പണീന്റെ ഇടയ്ക്കും കുരങ്ങിനെ ഓടിക്കുന്ന ഒരു പണിയായിട്ട് മാറിയിട്ടുണ്ട്. ഞങ്ങൾക്ക് മറ്റ് കൃഷികൾ ശ്രദ്ധിക്കാനോ മറ്റു കാര്യങ്ങൾ ചെയ്യാനോ ഒന്നും കഴിയുന്നില്ല. അപ്പൊ വയനാട്ടിലെ എല്ലാ കർഷകരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളെ കാണിക്കുന്നത്. ഇതാണ് കർഷകരുടെ പുറകിൽ സംഭവിക്കുന്ന മറ്റു അവസ്ഥകളൊക്കെ. അതും കൂടെ നിങ്ങൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കുന്നത് കാണണം. നമുക്കുണ്ടായ അനുഭവം ഈ വീഡിയോയിൽ നിങ്ങളെ കാണിച്ചത് മാത്രമേ